നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്നേഹസൗഹൃദത്തിന്റെ നന്മകൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾക്കേവർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. എന്നാലും എന്റെ വമ്പൻ സാറേ, സദ്യക്ക് പച്ചക്കറി വാങ്ങിയതല്ല നമ്മൾ, പാചകക്കാരനെ വിളിച്ചത് നമ്മൾ. ഒടുക്കം സദ്യ നന്നായപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ മറ്റോമാര് കൊണ്ടുപോവുകയാണല്ലോ. അതെ അതെ, നമ്മളായിട്ട് പണിയെടുത്തതാ. പക്ഷെ കാര്യത്തോടടുത്തപ്പോഴേക്കും ഭരണം അവര് പിടിച്ചു. ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇനി വേറെ ഒന്നും നോക്കാനില്ലെന്നേ. അവര് നടത്തുന്ന ഉദ്ഘാടനത്തിന് മുമ്പ് നമ്മളൊരു ഉദ്ഘാടനം നടത്തണം. എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? അത് നടക്കില്ല. അവരുടെ ആളുകൾ ചുറ്റും കാണും. തന്നെയുമല്ല, അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും? അങ്ങനെയും ഒരു പ്രശ്നമുണ്ടല്ലേ, ഞാനത് ഓർത്തില്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മളായിട്ട് പണി തുടങ്ങി, പക്ഷെ ഭരണം മാറുന്നതിന് മുമ്പ് നമുക്കത് തീർക്കാൻ പറ്റിയില്ല. പകരം ഇപ്പോൾ നിശബ്ദമായിട്ട് പോയി. ജയിക്കാനായി ജനിച്ചവൻ എന്തൊരു ഭംഗി! ഇതാണ് ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ്. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാന്. പിന്നല്ലാതെ വമ്പൻ സാറ് ആളൊരു കേമ തന്നെ അല്ലേ? മൂട്ടൊന്ന് പതുക്കെ പറയേ. ഈ ബസ് സ്റ്റോപ്പ് പണിതത് നമ്മളാണെന്ന് പറഞ്ഞ ബോർഡ് വെക്കാൻ പോവാ. അപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഒരു വമ്പൻ സാറ്. കാര്യം ഈ ബസ് സ്റ്റോപ്പിന് തുടക്കമിട്ടത് വമ്പൻ സാർ ആണെങ്കിലും ഇതിന് മുകളിൽ ഷീറ്റ് ഇട്ടതും താഴെ ടൈലിട്ടതും ആരാ? നമ്മളല്ലേ? രാത്രി തന്നെ എത്തും. ഇത്തരം ബോർഡുകൾ പകൽ കൊണ്ട് വെച്ചാലേ വമ്പൻ സാറിന്റെ ആൾക്കാർ എടുത്തു കളഞ്ഞാലോ. ബുദ്ധി കൊള്ളാം. നമ്മൾ ഒരുപാട് കാലായില്ലേ ഗംഭീറിനെ കൂടെ നടന്നു തുടങ്ങിയിട്ട്. കല്ലിന് എന്തൊരു നാടിന്റെ ചിരകാല സ്വപ്നമായ ബസ് സ്റ്റോപ്പ് യാഥാർത്ഥ്യമാക്കിയ വമ്പൻ സാറിന് അഭിവാദ്യങ്ങൾ. വമ്പൻ സാറേ, എങ്ങനെയുണ്ട് ഈ ബോർഡ്? ഇത് കലക്കി. നമ്മൾ പണിത ഈ ബസ് സ്റ്റോപ്പിന്റെ ക്രെഡിറ്റ് അവരങ്ങനെ തട്ടിയെടുക്കാൻ പാടില്ല. അത് ശരിയാ. ഇരിക്കട്ടെ, ഈ ബോർഡ് ഇവിടെ. ഈ ബസ് സ്റ്റോപ്പ് പണിതത് നമ്മളാണെന്ന് നാട്ടുകാരങ്ങടെ അറിയട്ടെ. എന്നാലും പപ്പീസ, ഇതെങ്ങനെ നീ ഒപ്പിച്ചത്? ഇന്നലെ രാത്രി ഞാൻ ഇതുവഴി പോകുമ്പോ ഗംഭീർ ബോർഡ് വെക്കുന്നത് കണ്ടു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. രാത്രി തന്നെ പോയി നമ്മുടെ ഈ ബോർഡ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഞാനൊരു ചെയ്തതല്ലേ. നാടിന്റെ ചിരകാല സ്വപ്നമായ ബസ് സ്റ്റോപ്പ് യാഥാർത്ഥ്യമാക്കിയ വമ്പൻ സാറിന് അഭിനന്ദനം. അങ്ങനെ നിങ്ങൾ മാത്രം ഈ ബസ് സ്റ്റോപ്പിന്റെ ക്രെഡിറ്റ് കൊണ്ട് പോകണ്ടട്ടാ. സാർ ഈ പണി കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്ത് പണി കാണിച്ചു എന്നാ പേലി പറയുന്നത്? സാർ
സാറേ, നിങ്ങൾ പഠിക്കുമ്പോ ഇവിടെ 4 കുറ്റി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പണിയെല്ലാം തീർത്തത് ഞങ്ങളാ. എന്നിട്ടിപ്പോ നിങ്ങൾക്ക് ഈ ബോർഡ് വെക്കാൻ നാണല്ലേ? ഈ ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത് ആരാ? ഈ നിൽക്കുന്ന വമ്പൻ സാർ. ഇതിനു വേണ്ട ഫണ്ട് അനുവദിച്ചത് ആരാ? ഈ നിൽക്കുന്ന വമ്പൻ സാർ. അതുകൊണ്ട് ഞങ്ങൾ ബോർഡ് വെച്ചാൽ എന്താ ഒരു കുഴപ്പം? ഇങ്ങനെയൊന്നും ഈ കുറിഞ്ഞിമലയിൽ പതിവില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇങ്ങനെ ചില കളികൾ നിങ്ങളെ പഠിപ്പിക്കാനാ ഞങ്ങളുടെ ഉദ്ദേശം, മനസ്സിലായ? നടക്കട്ടെ നടക്കട്ടെ, എന്താ വരാൻ പോകുന്നെന്ന് നമുക്ക് കാണാലോ. എന്താ 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 പറ്റി? എന്തിനാ ഓടിയത്? കാര്യം പറയ്, എന്താ പറ്റിയെന്ന് പറ. അതെ, അവരും ബോർഡ് വെച്ചെന്നേ. എന്ത് വെച്ചു പീല് പറയുന്നത്? നമ്മുടെ പുതിയ ബസ് സ്റ്റോപ്പില്ലേ, ആ ബസ് സ്റ്റോപ്പിന് മുമ്പില് വമ്പൻ സാറിന്റെ ആൾക്കാർ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. അവരൊരു ബോർഡ് വെച്ചാ നമുക്ക് എന്താ പ്രശ്നം? ഓ മണ്ണാങ്കട്ട, ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താന്നറിയോ? എന്താ? നാടിന്റെ ചിരകാല സ്വപ്നമായ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയ വമ്പൻ സാറിന് അഭിനന്ദനങ്ങൾ. എന്റെ അമ്മേ, ഞാൻ കണ്ടതല്ലേ. നമ്മുടെ ബോർഡ് അവിടെ കൊണ്ട് വെച്ചിരുന്നില്ലേ? വെച്ചിരുന്നേ. അപ്പോ മറ്റേ ബോർഡ് അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലെന്നേ. അങ്ങനെയെങ്കിലേ നമ്മൾ ബോർഡ് വെച്ചതിന് ശേഷം ആവാം അവർ ബോർഡ് കൊണ്ടുവച്ചത്. കഷ്ടമായിപ്പോയി. ഇതിപ്പോ നാട്ടുകാർ മുഴുവൻ കാണൂലേ? ബോർഡ് വെക്കാണ്ട് ഉദ്ഘാടനം നടത്തിയാൽ മതിയായിരുന്നു. അല്ല, ഗംഭീർ തന്നെ ആ ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നടത്തിയാ പോരെ? എന്തിനാ പ്രൊഫസർ ലെംബോയെ കൊണ്ടുവരുന്നത്? ആ ലെംബോയെ തന്നെ നമ്മൾ കൊണ്ടുവരും. ലെംബോ തന്നെ ഉദ്ഘാടനവും നടത്തും. എന്നാലേ ആ കടങ്ങടെ വീടുള്ളൂ. ഞാൻ ജയിച്ചാൽ ഈ കാട് മുടിയുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നവനാണ് ലെംബോ. ഞാൻ ജയിച്ചാലോ ഭരിച്ചാലോ ഈ കാട് മുടിയില്ലെന്നേ അവനങ്ങോട്ട് മനസ്സിലാക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടത്തണം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നടത്തണം. നമുക്ക് അവൈലബിൾ കമ്മിറ്റി കൂടാം. വാ വാ വാ. സ്നേഹ ബഹുമാനപ്പെട്ട ഗംഭീർ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് വെറും ഒരു ബസ് സ്റ്റോപ്പ് മാത്രമല്ല, വെയിലേറ്റ് വരുന്ന ഒരു കാനനവാസിക്ക് ഒരു തണൽ കൂടിയാണ് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. തളർന്നു പോയവന് ഒരു ഇരിപ്പിടം കൂടിയാണ് ഈ ബസ് സ്റ്റോപ്പ്. യാത്രക്കാരന് ഇടത്താവളമാണ് ഈ ബസ് വെയിറ്റിംഗ് ഷെഡ്. അതോടൊപ്പം മാറുന്ന ഈ നാടിന്റെ വികസന കുതിപ്പ് കൂടിയാണ് ഈ ബസ് സ്റ്റോപ്പ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ബസ് സ്റ്റോപ്പ് ഈ സുന്ദര നിമിഷത്തിൽ ഞാൻ നാടിനായി സമർപ്പിക്കുന്നു. വരൂ ഗംഭീർ. ഹലോ ഹലോ. അടുത്തതായിട്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഈ നാടിന്റെ പൊന്നോമന പുത്രനും നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയുമായ ഗംഭീറാണ്. ഗംഭീറിന് ഈ വേദിയിലേക്ക് സ്വാഗതം. പ്രിയ ലെംബോ സാർ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ, ഇന്ന് ഒരു സുവർണ സുന്ദര നിമിഷത്തിന് കൂടിയാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാ, ഈ നാടിന്റെ ചിരകാല സ്വപ്നമായ ഈ ബസ് സ്റ്റോപ്പ് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത്തരമൊരു കാര്യത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ഒരു സന്തോഷമുണ്ട്. നാടിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാടിന്റെ വികസനത്തിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. നിങ്ങൾ നട്ട ചില മാവിൻ തൈകളെല്ലാം പൂക്കുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെ മാങ്ങ എന്റേതാണെന്നും പറഞ്ഞ് പിണങ്ങി നടക്കരുത്. നമ്മൾക്കൊരുമിച്ച് കൈ കോർക്കാം. വള്ളത്തിൽ വീണ മഴവെള്ളമാകാതെ പുഴയോടൊപ്പം നമുക്ക് നീന്താം. അതിനായി നിങ്ങളെ കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഈ പൊതുയോഗം അവസാനിച്ചിരിക്കുകയാണ്.
ഈ സുന്ദര നിമിഷം മുതൽ എല്ലാ കാനനവാസികൾക്കും ഈ വെയിറ്റിംഗ് ഷെഡ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പോട്ടെ. എന്നെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. കൂടെ ബസ് സ്റ്റോപ്പ് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ആക്കും. അതോടെ നിന്റെ കാര്യം സ്റ്റോപ്പ് ആവും. ഗംഭീരേ, നിന്റെ പ്രസംഗം കലക്കി. വമ്പൻ സാറിനെ തോലി ഉരിച്ചു കളഞ്ഞല്ലേ. വേണ്ട വേണ്ടെന്ന് ഞാൻ വെച്ചതാ. വമ്പൻ സാർ അവന്റെ ആൾക്കാരെ അഹങ്കാരമല്ലേ ഇവിടെ കാണിച്ചിരുന്നത്. അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ഒരു ബോർഡ് അവിടെ കൊണ്ടുവയ്ക്കേണ്ട കാര്യമുണ്ടോ? അതെ അതെ, വമ്പൻ സാറിനെതിരെ ഗംഭീർ ശക്തമായല്ലേ പ്രതികരിച്ചിരിക്കുന്നത്. ഈ നിമിഷം മുതൽ ഫേസ്ബുക്കിലെ ചർച്ച തന്നെ ഈ പ്രസംഗമായി മാറണം. ചർച്ചകൾ നടക്കണം. ചർച്ച നടത്തി ബസ് സ്റ്റോപ്പ് നമ്മുടേതാക്കി മാറ്റണം. വമ്പൻ സാറിന്റെ പേര് പോലും ഈ നാട്ടുകാരാണ് മറന്നു പോകും. ഈ നിമിഷം മുതൽ ആ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു. ഗംഭീർ, വെരി ഗുഡ്. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ബസ് സ്റ്റോപ്പ് ആവോ, ആശ്വാസായി. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. അപ്പോഴേക്കും ബസ് വരുമല്ലോ. എത്തപ്പോ പ്രായാവും തോറും നടക്കാൻ പറ്റാണ്ടായി. എന്തായാലും ബസ് കിട്ടിയ എളുപ്പത്തിന് നാട്ടിലേക്ക് എത്താം. വണ്ടി ഒന്നും കാണുന്നില്ലല്ലോ. എപ്പോഴാണ് ഒരു ബസ്സുള്ളത്? ഡബോ കണ്ടില്ലേ, ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ തന്നെ ആളുകള് വന്നിരുന്ന് തുടങ്ങിയത് കണ്ടോ? ഉദ്ഘാടനത്തിന്റെ അന്ന് ഗംഭീർ പ്രസംഗിക്കുന്നതിന്റെ വലിയൊരു ഫ്ലെക്സ് ഇതിനടുത്ത് ഉടനെ നമുക്ക് വെക്കണം. വേണം വേണം വേണം. എന്നാലേ ജനങ്ങൾക്കൊരു തോന്നൽ വരുള്ളൂ ഈ ബസ് സ്റ്റോപ്പ് നമ്മളാണ് പണിതതെന്ന്. ഓക്കെ, ഇന്ന് ഞാനത് ചെയ്യും. മക്കളെ, ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മരുത്തമ്പലിലേക്കുള്ള ബസ് എപ്പോഴാണ്? ഇവിടെയാ? എനിക്ക് മരുത്തമ്പല വരെ പോണം. അങ്ങോട്ടേക്ക് ബസ് എപ്പോഴാണ് ഇതുവഴി വരുന്നത് ചോദിച്ചത്. ഇതുവഴി ബസ്സൊന്നും ഓടുന്നില്ല. മരുത്വാമ്പലം വരെ പോണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടന്നു തുടങ്ങിയ സന്ധ്യ ആവുമ്പോഴേക്കും അവിടെ എത്താം. അതെന്ത് മക്കൾ അങ്ങനെ പറയണത്? പിന്നെ ഇതിന് ഇതുപോലത്തെ ബസ് സ്റ്റോപ്പ് ഇവിടെ പണിത് വെച്ചിരിക്കണത്. നാടിന്റെ വികസനത്തിന് വേണ്ടി ബസ് വെയിറ്റിംഗ് ഷെഡ് ഇവിടെ പണിതിട്ടുണ്ട്. ഭാവിയിൽ ഇതുവഴി ബസ് വന്നാലോ. ബസ് സ്റ്റോപ്പ് ഇവിടെ ഇല്ലാതിരിക്കരുത്, അതിനു വേണ്ടിയാണ് ഈ ബസ് സ്റ്റോപ്പ്. നാടിന്റെ വികസനം എന്നുള്ളത് നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാകണം. ആർക്കും ഉപകാരമില്ലാത്ത വികസനങ്ങൾ നാടിന് കിട്ടിയ ശാപം കണക്കായി തീരും. ഈ റൂട്ടിലൂടെ ബസ് ഓടി തുടങ്ങുന്നത് വരെ മറ്റെന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഈ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കും. അങ്ങനെയെങ്കിലും നാടിന്റെ നമ്മുടെ നാട്ടുകാർക്ക് യൂസ് ആവട്ടെ. പറഞ്ഞത് ശരിയാ. ഈ കാര്യം ഞങ്ങൾ ഗംഭീരനെ അറിയിക്കും. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ തിരുത്താനും ഞങ്ങൾക്ക് മടിയില്ല. അത് ജനങ്ങൾക്ക് ഉപകാരമായ തരത്തിലുള്ള വികസനമാണ് നാടിന്റെ ആവശ്യം. അതിനു വേണ്ടിയാണ് നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ സ്വന്തം പെരുമയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യരുത്. മനസ്സിലാവണ്ട? കൂട്ടുകാരുടെ കുസൃതികളിൽ നിന്നും ഇനി ടിങ്കുവിന്റെ കൊഞ്ചലിലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്ന് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, അങ്കിൾ കേൾക്കട്ടെ. അങ്കിൾ, എന്റെ കൂട്ടുകാരനോട് ചോദിക്കാം. എന്താ നിന്റെ കൂട്ടുകാരൻ ചോദിച്ചത്? എല്ലാവരെയും പ്രാർത്ഥന ദൈവം കേൾക്കും. എല്ലാവരും പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണോ ചോദിച്ചത്? അതെ അതെ. എന്നിട്ട് നീ എന്താ ഉത്തരം പറഞ്ഞത്? കേൾക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പക്ഷെ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പം പാപം എന്താണെന്ന് അറിയണമല്ലേ? എങ്കിലല്ലേ ആരാണ് പാപി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും
പറയുന്നതുമാണ് പാപമെന്ന് പറയുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും. ചില കൂട്ടുകാരുണ്ട് ചീത്ത വാക്കുകളൊക്കെ പറയും. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ? അല്ല. ചില കൂട്ടുകാരുണ്ട് തെറ്റായ പ്രവൃത്തികളൊക്കെ ചെയ്യും, മോഷ്ടിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കും. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ? അല്ല. അപ്പം ഇങ്ങനെയുള്ളതാണ് പാപം എന്ന് പറയുന്നത്. അപ്പം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പം ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കുറിച്ചും ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരാണ്. ലോകത്തിൽ പാപത്തിൽ നിന്നും വിടുതൽ ലഭിച്ച ഒരു വ്യക്തി പോലും ഇല്ല. പ്രാർത്ഥന കേൾക്കുന്നത്? അതെ, എങ്ങനെയാണെന്നറിയാമോ? ദൈവം തന്നെ അതിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പാപിയായ മനുഷ്യനെ തേടി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം അവനിലുള്ള പാപമാണ്. ആ പാപത്തിന് പരിഹാരം നൽകുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് രക്ഷ നേടുവാൻ, പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ യേശു കർത്താവിൽ നാം വിശ്വസിക്കണം. കൂട്ടുകാരുടെ പ്രാർത്ഥനയും കേൾക്കും. എന്താ ചെയ്യേണ്ടത്? യേശു കർത്താവിൽ വിശ്വസിക്കണം. കാരണം പാപത്തിൽ നിന്നും വിടുതൽ നൽകുവാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ ഒരുപാട് ആളുകൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വ്യക്തികളെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല. എല്ലാവരും വെറുക്കും. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, പാപികൾ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. അതിനുവേണ്ടി ഒരു കഥയും പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവ്. അതെന്താണ്? ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. മൂത്തയാളും ഇളയാളും. ഇളയാള് പിതാവിൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, അപ്പാ എനിക്ക് തരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. അങ്ങനെ ആ സ്നേഹവാനായ പിതാവ് തനിക്ക് കൊടുക്കേണ്ട, ആ മകന് കൊടുക്കേണ്ടതെല്ലാം പകുത്ത് എടുത്തു കൊടുത്തു. അവൻ അതെല്ലാം വിറ്റ് ദൂരദേശത്തേക്ക് യാത്രയായി. തൻ്റെ കയ്യിൽ കെട്ടിയ പണമെല്ലാം താനത് നാനാവിധമാക്കി കളഞ്ഞു. ആർക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ ആക്കി കളഞ്ഞു. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഒരു ജോലി അന്വേഷിച്ചു പോയി. എന്നിട്ട് എന്തുണ്ടായങ്ങൾ? അവൻ ആര് ജോലി കൊടുക്കാനാ? ഒടുവിൽ പന്നിയെ മേയ്ക്കുന്ന ഒരു ജോലി തനിക്ക് കിട്ടി. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ അത് കിട്ടിയോ? ഇല്ല, അതും കിട്ടിയില്ല. അങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് താൻ ഓർത്തു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ ജോലിക്കാർ എത്രയോ ഭക്ഷിച്ച് ശേഷിക്കുന്നുണ്ട്, അതെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ താൻ ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം എന്നറിയാമോ? പിതാവിൻ്റെ അടുക്കൽ പോകും. പിതാവിനോട് തൻ്റെ തെറ്റുകളെ ഏറ്റു പറയും. പിതാവേ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും തെറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങയുടെ മകനായി എന്നെ ഇനി കാണണ്ട, അങ്ങയുടെ ദാസന്മാരിൽ ഒരുവനായി കാണണമെന്ന് അപേക്ഷിക്കും. അങ്ങനെ അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വളരെ പേടിയോടുകൂടിയായിരിക്കും അവൻ പോകുന്നത്. എന്നിട്ട് എന്തുണ്ടായങ്ങൾ? ദൂരെ നിന്ന് പിതാവ് അവനെ കണ്ടു. വേഗം ആ പിതാവ് ആ മകനെ കെട്ടിപ്പിടിച്ചു. മാത്രമല്ല അവൻ്റെ വസ്ത്രം മാറ്റുവാൻ പറഞ്ഞു. അവന് മോതിരം നൽകി, അവന് പുതിയ ചെരുപ്പ് നൽകി. വലിയൊരു വിരുന്ന് ആ പിതാവ് അവിടെ കഴിച്ചു. എന്താ കാരണം എന്നറിയാമോ? അതെ, തെറ്റ് ചെയ്തു. എങ്കിലും പിതാവിങ്കിലേക്ക് മടങ്ങി വന്നതുകൊണ്ട് അവൻ്റെ തെറ്റുകളെല്ലാം ആ പിതാവ് മറന്നു. അവനെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതുപോലെ നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുന്നുവെങ്കിൽ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു പിതാവ്. ആ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ നമുക്ക് ഏറ്റുപറയാം. നല്ല കുഞ്ഞായിട്ട് ജീവിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കേ. ഇഷ്ടപ്പെട്ടു നമ്മുടെ കൂട്ടുകാരുടെ ഇന്നത്തെ കാഴ്ചവിരുന്ന്? എങ്കിൽ എഴുതുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ശാന്തിയും സമാധാനവും ആശംസിച്ചുകൊണ്ട് ഇനി നമ്മൾ കാണുന്നത് വരെ വിട.